Good morning. Good morning, ma'am. Okay, good Good morning. morning, ma'am. Okay, good morning, Ashwati. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന സുഖാണ് എല്ലാവർക്കും. Yes, ma'am. സുഖാണ്. Okay. Breakfast ഒക്കെ കഴിച്ചാ? കഴിച്ചു. കഴിച്ചു. Okay. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാം എന്നാ ക്ലാസ്. എല്ലാവരും സെറ്റ് അല്ലേ? കുറച്ച് പേരുള്ള ക്ലാസ്സിൽ 6 പേരുള്ള ഒന്നിട്ട് ടീച്ചിങ് അടുത്ത് തുടങ്ങിയ അതുകൊണ്ടാണോ അടുത്തിട്ടുണ്ടാവേ? ഇനി വരുന്നത് അല്ലേ? ഓക്കെ, നമുക്കാണെങ്കിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അല്ലെ? ഞാനിങ്ങനെ കയറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ? ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഇന്റേണൽ ഓഡിറ്റ് അല്ലെ, ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഡിഫറൻസ് ഒരു ടാബുലർ കോളത്തില് നമ്മൾ അതിന്റെ ഡിഫറൻസുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് 7ാമത്തെ പോയിന്റ് വരെയാണ് ലാസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, പിന്നെ നമ്മള് ഇന്റേണൽ ഓഡിറ്റ് പ്രോസസ്സിന്റെ 4 ഫേസുകളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഒരു ഇന്റേണൽ ഓഡിറ്റിന് ചാലഞ്ചിങ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓർമ്മയുണ്ടല്ലോ? സ്കോപ്പ് ക്രീപ്പ്, നോട്ട് ടോക്കിംഗ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ, ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്, ഇതൊക്കെയാണ് പൊതുവെ ഒരു ഇന്റേണൽ ഓഡിറ്റ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസുകൾ അല്ലെ, പ്രോബ്ലംസുകള്. പിന്നെ നമ്മള് കമ്പാരിസൺ ആണ്. അതിൽ നമ്മള് 7ാമത്തെ പോയിന്റ് സ്കോപ്പ് വരെയാണ്, ഒപ്പീനിയൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് നോക്കിയോ? ഇങ്ങനെയുണ്ട് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? വായിച്ചു നോക്കിയോ? ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ കാര്യങ്ങള്? അന്നത്തെ ക്ലാസ് കേട്ട് പറ്റുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഒരു പ്രാവശ്യം വായിക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നീട് നമ്മൾ ചിലപ്പോൾ വായിക്കാൻ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും. കാര്യം കണ്ടന്റുകൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകളാണല്ലോ. അപ്പൊ ഞാൻ എന്റെ പോർഷൻ മാത്രമല്ല കേട്ടോ പറഞ്ഞത്, എല്ലാ മിസ്സുമാരും എടുക്കുന്നതാണ്. അപ്പോ എല്ലാവരും എടുക്കുമ്പോ കഴിയുന്നുണ്ടെങ്കിൽ അതേ ദിവസം തന്നെ മാക്സിമം ഒരു പ്രാവശ്യം ഉണ്ടാവും, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വായിച്ചാലാണ് അന്ന് പറയുന്ന ക്ലാസ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അത് റിമമ്പർ ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ചിലപ്പോൾ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മ നിന്നത് വരില്ല. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ചിലപ്പോൾ ഓർമ്മ നിന്നത് വരില്ല കേട്ടോ. മാക്സിമം അങ്ങനെ പറ്റുന്നവരെ അങ്ങനെ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മള് ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഇതിൽ നമ്മള് കുറെ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തു അല്ലെ? കുറെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡിഫറൻസിനെ നോക്കി കാണുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചധികം ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് മീനിങ് വെച്ച് പറഞ്ഞു, ഒബ്ജക്റ്റീവ്, പിന്നെ അതിന്റെ ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഒരു കോള് വന്നതാണ് പെട്ടെന്ന്, അതുകൊണ്ടാണ് കേട്ടോ. സോറി, അത്യാവശ്യമുള്ളതായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് മീനിങ് നോക്കി, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്, പിന്നെ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, പിന്നെ ഓഡിറ്ററിന് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, യൂസേഴ്സ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആരുടെ അടുത്താണ്,
പിന്നെ അതിന്റെ ഒപ്പീനിയൻ മീൻസ് അസസ്മെന്റ്, അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്തൊരു ഫാക്ടറാണ് സ്കോപ്പ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിധിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ, ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? നോക്കിയേ, ഡിസൈഡഡ് ബൈ ദ മാനേജ്മെന്റ് ഓഫ് ദ എൻറ്റൈറ്റി. അതാണ് ഡിസൈഡഡ് ബൈ ദ മാനേജ്മെന്റ് ഓഫ് ദ എൻറ്റൈറ്റി. ആ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ആണ് ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ പരിധി നിശ്ചയിക്കുന്നത് അല്ലെ. ഓക്കെ, ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? ആ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് തന്നെയാണ്. ഓക്കെ, ഇനി ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? നോക്കിയേ, ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോസ് ആൻഡ് റെഗുലേഷൻ ആണ്. അതായത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകളുണ്ട്, ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ പരിധി നിശ്ചയിക്കുന്നത്. ഇതിന്റെ എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ കേട്ടോ. ക്ലിയർ? മനസ്സിലായോ? ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്? ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അത് സ്റ്റാറ്റ്യൂട്ട്, ഡിസൈഡഡ് ബൈ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകള്, ലോസ് ആൻഡ് റെഗുലേഷൻസുകള്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ പരിധി നിർണ്ണയിക്കുന്നത്. അതേസമയം ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ് ആരാണ് തീരുമാനിക്കുന്നത്? അത് ആ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തതാണ് ഒബ്ലിഗേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ഒബ്ലിഗേഷൻ. ഈ ഒബ്ലിഗേഷൻ എന്ന വാക്കിന് പല മീനിങ്സ് ഉണ്ട് കേട്ടോ. കരാർ എന്നുള്ള അർത്ഥമുണ്ട്, ഉടമ്പടി എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ ഇവിടെ മീൻ ചെയ്യുന്നത് ലീഗൽ റിക്വയർമെന്റ് എന്നുള്ളൊരു മീനിങ്ങിലാണ് കേട്ടോ. ഓക്കെ, എന്താണ് ഇവിടെ അർത്ഥമാക്കുന്ന ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ലീഗൽ റിക്വയർമെന്റ് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. നിയമാനുസൃതമായിട്ടുള്ള ലീഗൽ റിക്വയർമെന്റ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഒബ്ലിഗേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കരാർ, ഉടമ്പടി അങ്ങനെയൊക്കെയുള്ള മീനിങ് ഉണ്ട്. ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട് കേട്ടോ ഒബ്ലിഗേഷൻ. ഇവിടെ ഒരു ലീഗൽ റിക്വയർമെന്റ് എന്നുള്ള രീതിയിലുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ നോക്കാം, നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നോ ഇറ്റ് ഈസ് വോളണ്ടറി എന്നാണ് പറയുന്നത്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സ്ഥാപനത്തില് ഇന്റേണൽ ഓഡിറ്റ് നടത്തണം എന്നുള്ളത് അതെന്താണ്? കമ്പൽസറി അല്ല, എന്ന് വെച്ചാൽ മാൻഡേറ്ററി അല്ല. എന്ന് പറഞ്ഞാല് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നടത്തണം എന്നൊരു ലീഗൽ റിക്വയർമെന്റ് അല്ല. ഓക്കെ, ലീഗൽ റിക്വയർമെന്റ് അല്ല, ഇറ്റ് ഈസ് വോളണ്ടറി. അത് സ്വമേധയാ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് വേണമെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് അവർക്ക് നടത്താം, അല്ലെങ്കിൽ അവർക്ക് നടത്തണ്ട. അല്ലാണ്ട് ഇന്റേണൽ ഓഡിറ്റ് നിർബന്ധമായിട്ട് നടത്തിയിരിക്കണം എന്നൊന്നും ഒരിക്കലും ഒരു ലീഗൽ റിക്വയർമെന്റ് അല്ല. അങ്ങനെ നടത്തണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. അതൊരു ഓർഗനൈസേഷൻ വോളണ്ടറി ആയിട്ട് എടുക്കുന്ന തീരുമാനം. അവർക്ക് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾ ഡിപ്ലോമയിൽ നമ്മൾ അക്രഡിറ്റേഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അക്രഡിറ്റേഷൻ ഇതുപോലെ തന്നെയാണ്, വോളണ്ടറി ആണ് അല്ലെ. അതായത് അക്രഡിറ്റേഷൻ വേണം എന്നുള്ളത് ഒരു ലീഗൽ റിക്വയർമെന്റ് ഒന്നുമല്ല. അത് വേണോ വേണ്ടോ എന്നുള്ളത് അവിടുത്തെ ഓർഗനൈസേഷന് തീരുമാനിക്കാൻ കാരണം ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്നതുപോലെ തന്നെയാണ് ഇന്റേണൽ ഓഡിറ്റിന്റെ കാര്യം കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് ഒബ്ലിഗേഷൻ പറയുന്നത് എന്താ വെച്ചാൽ നോ ഇറ്റ് ഈസ് വോളണ്ടറി. അതായത് അവിടെ ഇന്റേണൽ ഓഡിറ്റ് ഒരു ഓർഗനൈസേഷനിൽ നടത്തണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല, നിർബന്ധമല്ല. അതൊരു ലീഗൽ റിക്വയർമെന്റ് അല്ല. പകരം എന്താണ്? ഇറ്റ് ഈസ് വോളണ്ടറി ആണ്. അത് അവർക്ക് സ്വയം തീരുമാനിക്കാം. അവർക്ക് സ്വമേധയാ വേണമെങ്കിൽ നടത്തണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ കാര്യം എന്താണ് പറയുന്നത്? യെസ് ആണ്. അതായത് ആ ഒരു ഒബ്ലിഗേഷൻ ലീഗൽ റിക്വയർമെന്റ് ആണ്. എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തണം എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 കേട്ടോ. ഓക്കെ, 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഒരു ഓർഗനൈസേഷനിലെ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായല്ലോ? ഇന്റേണൽ ഓഡിറ്റ് നടത്തണം എന്നുള്ളത് ഒരു ലീഗൽ റിക്വയർമെന്റ് അല്ല. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് നടത്തേണ്ടത് 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം നിർബന്ധമാണ്. അപ്പൊ അതിന് നിങ്ങളോട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ വർഷം വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. ഏതാണ് വർഷം? 1956 അല്ലെ, നമ്മുടെ കേരളം അല്ലെ, കേരളം പിറവി ദിനമാണ് അല്ലെ, കേരള പിറവിയിലെ വർഷം, കേരളം രൂപം കൊണ്ടുവന്ന വർഷമാണ് അല്ലെ 1956. അപ്പൊ നോക്കിയിരിക്കാൻ എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. അതാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഇനി അടുത്തതാണ് പീരിയഡ് കേട്ടോ, കാലയളവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ,
എന്താണ് നോക്കിയേ, ഇന്റേണൽ ഓഡിറ്റിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ തുടക്കമേ പറഞ്ഞു അല്ലെ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാല് നമ്മുടെ കമ്പനിക്കകത്ത് നമ്മുടെ ഓർഗനൈസേഷനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഇംപ്രൂവ്മെന്റിനായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, വൺസ് ഇൻ എ ഇയർ ആണ്, വർഷത്തിൽ ഒരു തവണ മാത്രമാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. പിന്നെ നമുക്കറിയാം ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ആക്യുറസി മാത്രമല്ല അവിടെ നടക്കുന്നത് അല്ലെ, പിന്നെ എന്താണ്, എല്ലാ വശങ്ങളെയും അവിടെ പരിശോധിക്കുന്നുണ്ട്. തുടക്കം പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമല്ല, ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു എന്താ പറയാ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്ടുകളെയും റിവ്യൂ ചെയ്യുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ്. സോ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്, അത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ വൺസ് ഇൻ എ ഇയർ, അത് വർഷത്തിൽ ഒരു തവണ മാത്രമേ ഉള്ളൂ. കാര്യം എന്താണ്, അവിടെ ആകെ എന്തിന്റെ അസസ്മെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ ആക്യുറസി, അതിന്റെ അസസ്മെന്റുകൾ മാത്രമാണ് അവിടെ നടത്തുന്നത്. മറ്റുള്ള ആസ്പെക്ടുകളൊന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ റിവ്യൂ ചെയ്യുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ അത് വർഷത്തില് ഒരു തവണ മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, അടുത്തതാണ് ചെക്സ്. ഇന്റേണൽ ഓഡിറ്റ് എന്ത് കാര്യമാണ് ചെക്ക് ചെയ്യുന്നത്, എന്ത് കാര്യത്തിനെയാണ് അവർ റിവ്യൂ ചെയ്യുന്നത്, ഓപ്പറേഷണൽ എഫിഷ്യൻസി അല്ലെ, പ്രവർത്തന കാര്യക്ഷമത. ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തന കാര്യക്ഷമതയാണ് ഇന്റേണൽ ഓഡിറ്റിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെ, വിലയിരുത്തുന്നത്. പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട്, അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ. ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രമാണോ, അല്ല, ഒരു ഓർഗനൈസേഷന്റെ മറ്റു പല ആസ്പെക്ടുകളും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ അങ്ങനെ പറയുമ്പോൾ ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ് ചെക്ക് ചെയ്യുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ചെക്സ് ആക്യുറസി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ. സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ കൃത്യതയും വാലിഡിറ്റിയുമാണ് എന്തിലൂടെ ചെക്ക് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഓഡിറ്റിലൂടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ, മനസ്സിലായോ എല്ലാ പോയിന്റുകളും? ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കിക്കോളൂ, അതിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ കുറെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്റേണൽ ഓഡിറ്റിന് എക്സ്റ്റേണൽ ഓഡിറ്റിനെ എന്ത് ചെയ്ത് നോക്കി, കമ്പയർ ചെയ്ത് നോക്കി. അവ തമ്മിലുള്ള ഡിഫറൻസുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു പോർഷനിലേക്ക് കടക്കാം. ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, അതിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് പ്രോസസ്സിന്റെ ഫേസസുകൾ ഏതൊക്കെയാണ്, ഇന്റേണൽ ഓഡിറ്റ് എന്താ പറയാ അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ, മെറ്റീരിയൽ മാനേജ്മെന്റ്. അവിടേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല, ഇന്റേണൽ ഓഡിറ്റിന് മാത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വെൻഡർ സെലക്ഷനെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഡിപ്ലോമയില് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റും അതുപോലെ പർച്ചേസ് ഓർഡറും വെൻഡറിനെ പറ്റിയൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെലക്ഷൻ ഓഫ് വെൻഡർ. ആരാണ് വെൻഡർ എന്ന് പറഞ്ഞാല്? സെല്ലറാണ് അല്ലെ. വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? വിൽപ്പനക്കാരൻ, സെല്ലറാണ് ഇത് വെൻഡർ എന്ന് പറയുന്നത്. വെൻഡർ ആരാന്ന് അറിയാലോ, സംശയമൊന്നുമില്ലല്ലോ. നമുക്കറിയാം, മെറ്റീരിയൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചതാണ് അല്ലെ. വെൻഡർ എന്ന് പറഞ്ഞാൽ സെല്ലറാണ്, വിൽപ്പനക്കാരനാണ്. ഓക്കെ, അപ്പോ സെലക്ഷൻ ഓഫ് വെൻഡറിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചത് മനസ്സിലാക്കിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് പ്രോസസ്സില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഒരു ഹോസ്പിറ്റലൊക്കെയാണ്, അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, ഗുഡ്സ് ആൻഡ് സർവീസസുകളൊക്കെ അവർ ആർക്കെടുത്ത് റിക്വസ്റ്റ് ചെയ്യും,
പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് റിക്വസ്റ്റ് ചെയ്യും അല്ലെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ് നമ്മൾ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റിനെ പറ്റിയിട്ട് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. IMM ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ല, ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസുകളും നമ്മളൊരു സിംഗിൾ ഹെഡിന്റെ കൺട്രോളിലോട്ട് കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു പർച്ചേസിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെ. അതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സപ്ലൈസിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവരെന്ത് ചെയ്യും? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വെണ്ടറിൽ നിന്നുമാണ് ഈ സാധനങ്ങൾ അവര് പർച്ചേസ് ചെയ്യും അല്ലെ. അപ്പോ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെണ്ടർ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഓർഗനൈസേഷന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വെണ്ടറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അല്ല, ഇപ്പൊ വെണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും, ഒരുപാട് പേരുണ്ടായിരിക്കും. നമുക്ക് എല്ലാവരും ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ നീഡ്സ് അനുസരിച്ച് ഓരോ ഓർഗനൈസേഷന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താണ്? വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. ഓരോ ഓർഗനൈസേഷന്റെ നീഡ്സ് എന്താണ്, റിക്വയർമെന്റ്സ് എന്താണ്, അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അതിനെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ വെണ്ടറിനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കണ്ടെത്തുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. The purchasing department takes responsibility for the vendor selection, which is an integral part of the procurement management process. Procurement management എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റോറേജ് ആണ്. പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ മാനേജ്മെന്റ് പ്രോസസ് ആണ് അല്ലെ. ഓക്കെ, ഒരു ഓർഗനൈസേഷന്റെ മെറ്റീരിയൽ മാനേജ്മെന്റ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇത് വെണ്ടർ സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത് അല്ലെ. അവരാണ് ആ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ പർച്ചേസ് ചെയ്യുന്നത് അവരാണ്. അവരാണ് വെണ്ടേഴ്സുമായിട്ട് ഇടപെടുന്നത്. ഏറ്റവും നല്ല വെണ്ടേഴ്സിനെ സെലക്ട് ചെയ്യാൻ എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. അത് ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നോക്കാം. The vendor selection is a ഇനി എന്താണ് വെണ്ടർ സെലക്ഷൻ എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ഇതിന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ വെണ്ടർ സെലക്ഷൻ. ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം അതായിരിക്കും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇനി എന്താണ് വെണ്ടർ സെലക്ഷൻ എന്നുള്ളതിന് കറക്റ്റ് ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. നോക്കാം. The vendor selection is a subsidiary process that allows clearly stating, defining and approving those vendors which meet the requirements of the procurement process. അതായത് ഒരു ഓർഗനൈസേഷന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് നിറവേറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള പൊട്ടൻഷ്യൽ വെണ്ടേഴ്സിനെ തിരിച്ചറിഞ്ഞ് അവരെ വിലയിരുത്തുന്ന ഒരു അനുബന്ധ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെണ്ടർ സെലക്ഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതൊരു സബ്സിഡിയറി പ്രോസസ് ആണെന്ന് പറയാൻ കാരണം അത് മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അനുബന്ധ പ്രക്രിയയാണ് അല്ലെ. എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷൻ അവരുടെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് നിറവേറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ വെണ്ടറിനെ തിരിച്ചറിഞ്ഞാൽ, പൊട്ടൻഷ്യൽ വെണ്ടറിനെ കണ്ടെത്തി അവരെ വിലയിരുത്തുന്ന ഒരു എന്താ പറയാ അനുബന്ധ പ്രോസസ്സിനെയാണ് നമ്മള് വെണ്ടർ സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി ബൈയിങ് ഡിപ്പാർട്ട്മെന്റ്. ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഓർഗനൈസേഷന് വേണ്ടി ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സ് ആൻഡ് സപ്ലൈസ് ഒക്കെ ബൈ ചെയ്യുന്നത് ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ creating a list of potential suppliers and submitting that list to the project manager. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ശരിയായ വെണ്ടറിനെ കണ്ടെത്താനുള്ളത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കുറെ സപ്ലയേഴ്സ് അഥവാ വെണ്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ലിസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്യുകയും
ആ ഒരു ലിസ്റ്റ് ആരുടെ മുമ്പിൽ അവർ സബ്മിറ്റ് ചെയ്യും? പ്രോജക്ട് മാനേജറുടെ മുമ്പിൽ അവർ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അതിനുശേഷം എന്താണ്? സബ്മിറ്റിംഗ് ദാറ്റ് ലിസ്റ്റ് ടു ദ പ്രോജക്ട് മാനേജർ in order to decide on the vendors in conference. അപ്പൊ കഴിയുമെങ്കിൽ നമ്മുടെ പ്രോജക്ട് മാനേജേഴ്സ് എന്ത് ചെയ്യും? സാധിക്കുന്ന പൊട്ടൻഷ്യൽ വെൻഡേഴ്സുമായിട്ട് ഒന്നുകിൽ ഒരു കോൺഫറൻസിലൂടെയോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിലൂടെയോ അവരെന്ത് ചെയ്യും? ആ ചർച്ചകളൊക്കെ നടത്തി ഒരു ഫൈനൽ ഡിസിഷൻ അവർ എടുക്കും. ഇതാണ് എന്ത്? വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അത് പറയുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? സക്സസ് ചെയ്യാനുണ്ട്. കാര്യം മനസ്സിലായോ? അപ്പൊ ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്, അഥവാ ബൈയിങ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഇനി എന്താണ് വെൻഡർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ, നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ നിറവേറ്റാൻ കഴിയുന്ന തരത്തിലുള്ള പൊട്ടൻഷ്യൽ വെൻഡേഴ്സിനെ കണ്ടെത്തി അവരെ തിരിച്ചറിഞ്ഞ് അവരെ വിലയിരുത്തുന്ന ഒരു അനുബന്ധ പ്രോസസ്സിനെയാണ് നമ്മൾ വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പൊട്ടൻഷ്യൽ സപ്ലൈസിന്റെ ലിസ്റ്റ് അവർ തയ്യാറാക്കുകയാണ്. ഓക്കെ, എന്നിട്ടോ ആ ലിസ്റ്റ് അവർ പ്രോജക്ട് മാനേജറുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യാണ്. പ്രോജക്ട് മാനേജർ ആണെങ്കിൽ കഴിയുമെങ്കിൽ പോസിബിൾ അവരെന്ത് ചെയ്യും? ഒന്നുകിൽ ഒരു കോൺഫറൻസിലൂടെയോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിലൂടെയോ ഈ വെൻഡേഴ്സുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഫൈനൽ തീരുമാനങ്ങൾ അവരെ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ഇനി നോക്കുക. However, the ultimate decisions on the vendors cannot be made without the vendor selection criteria. So, the purchase department, in cooperation with the project manager, needs to develop and use such a criteria. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. പക്ഷേ നമുക്ക് ഓടിപ്പോയി വെണ്ടറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? അതൊരിക്കലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഒരു വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ, ഈ ശരിയായ വെൻഡേഴ്സിനെ കണ്ടെത്താനായിട്ട് ചില മാനദണ്ഡങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അതിനെ നമ്മൾ വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്നാണ് പറയുന്നത് കേട്ടോ. വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ. നമുക്ക് ഓടിപ്പോയി ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ നടത്താതെ നമുക്കൊരിക്കലും വെൻഡറിന് ശരിയായ വെൻഡറിനെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കോപ്പറേഷൻ വിത്ത് പ്രോജക്ട് മാനേജർ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ്, അതായത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രോജക്ട് മാനേജറും കൂടെ കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ വെൻഡർ സെലക്ഷൻ ആയിട്ടുള്ള ക്രൈറ്റീരിയകള് ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങളോട് ചോദിക്കാം, ഒരു വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയാസ് ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കോപ്പറേഷൻ വിത്ത് പ്രോജക്ട് മാനേജർ. അതായത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് മാനേജറുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് വെൻഡറിനെ സെലക്ട് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയകള് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാം. Often vendor selection criteria vary within an organization. However, they need to be identified and included as a component of the inventory management plan. The criteria for vendor selection include the following. അതായത് നമ്മൾ ഈ വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അതിനുള്ള വ്യത്യാസം എന്താണെന്ന് പറയാൻ കാരണം, അതായത് ഓരോ ഓർഗനൈസേഷന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ് പോലെ ആയിരിക്കും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒക്കെ സെൽ ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സ് എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് വ്യത്യസ്ത ഓർഗനൈസേഷൻ അനുസരിച്ച് അത് ഡിഫറെന്റ് ആയിരിക്കും. എന്നിരുന്നാലും ഓരോ ഓർഗനൈസേഷനും അവരുടെ ബിസിനസ്സിന് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ബിസിനസ്സിന് ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഈ പറയുന്ന വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയയുടെ ഭാഗമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതായത് ഓരോ ഓർഗനൈസേഷന്റെയും അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കണം അല്ലെ. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വെൻഡറിനെ കണ്ടെത്തണം. അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അത് ഒരു ഓർഗനൈസേഷന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ ഒരു ഐഡിയ ആയി നിങ്ങൾക്ക് എന്താണ് വെൻഡർ സെലക്ഷൻ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്രൈറ്റീരിയകൾ പഠിക്കാം. നമ്മൾ പറഞ്ഞല്ലോ വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടെന്ന് പറഞ്ഞു, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. The criteria for vendor selection include the following. ഒരു വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയയില് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ഇതിലിപ്പോ ഒരു 4 ക്രൈറ്റീരിയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
അത് മാത്രമല്ല ഒരുപാട് ക്രൈറ്റീരിയാസ് ഒക്കെ എടുക്കാം കേട്ടോ. നമുക്ക് പ്രധാനമായിട്ടും കോമൺ ആയിട്ട് ഒരു 4 ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. കാര്യം നമുക്കറിയാം ഓരോ ഓർഗനൈസേഷൻ ക്രൈറ്റീരിയാസ് ഒരുപോലെയൊന്നും അല്ല, വ്യത്യാസം ഉണ്ടായിട്ട്. പക്ഷെ പൊതുവേ നമ്മൾ പറയുന്ന കുറച്ച് വലിയ ക്രൈറ്റീരിയാസ് ഒരു 4 അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഏതൊക്കെയാണ്? ഒന്ന് കോസ്റ്റ്, രണ്ടാമത്തത് ഡെലിവറി, മൂന്നാമത്തത് ക്വാളിറ്റി, നാലാമത്തത് ഫാസ്റ്റ് പെർഫോമൻസ് പ്ലാറ്റ്ഫോംസ്. കിട്ടിയോ? ഇതെല്ലാം തന്നെ വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയാസ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ കോസ്റ്റ്, രണ്ടാമത്തെ എന്താണ്? ഡെലിവറി, ഓക്കെ. തേർഡ് വൺ ക്വാളിറ്റി, ആൻഡ് ഫോർത്ത് വൺ ഫാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്. ഓക്കെ, ഇനി ഈ ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു നല്ലൊരു വെണ്ടറിനെ അല്ലെങ്കിൽ ഒരു സപ്ലയറിനെ നമ്മൾ കണ്ടെത്തുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? കോസ്റ്റ് ഓഫ് ദ പ്രൊക്യൂർമെന്റ് സർവീസസ്, എ കമ്പാരിസൺ ഓഫ് പ്രൈസസ് പ്രൊവൈഡഡ് ബൈ ദ സെവറൽ കോൺട്രാക്ടേഴ്സ്. ഇപ്പോ വെണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഒരുപാട് വെണ്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു പ്രൈസ് കമ്പാരിസൺ ആയിരിക്കും. നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തില്, എന്നാൽ നമുക്ക് പരമാവധി കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്തു തരുന്ന വെണ്ടേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാം, അല്ലെ? അല്ലാതെ ഒരുപാട് പൈസ ചെലവാക്കി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാവുമോ? ഇല്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണം, എന്നാൽ നമ്മൾക്കൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിൽ നമുക്ക് ഇത്തരം സാധനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെണ്ടറിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ ഒരാളെന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. അതായത് കമ്പാരിസൺ ഓഫ് പ്രൈസസ് പ്രൊവൈഡഡ് ബൈ ദ സെവറൽ കോൺട്രാക്ടേഴ്സ്. സെവറൽ കോൺട്രാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെവറൽ വെണ്ടേഴ്സ് അവർ തരുന്ന, അവർ ഓഫർ ചെയ്യുന്ന പ്രൈസുകൾ നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്ത് നോക്കും. അതിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഗുഡ്സ് ആൻഡ് സപ്ലൈസ് ആരാണ് തരുന്നത്, അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഒന്നാമത്തത് ക്രൈറ്റീരിയ, കോസ്റ്റ് ആണ്. രണ്ടാമത്തത് ഡെലിവറി ആൻഡ് എബിലിറ്റി. ഡെലിവറി ആണ് കേട്ടോ. ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ ടു പ്രൊക്യൂർ ഓൾ ഐറ്റംസ് വിത്തിൻ ഡിസൈർഡ് ഡെലിവറി ഡേറ്റ്. അതായത് ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സപ്ലൈസുകളൊക്കെ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വെണ്ടർ ആയിരിക്കണം. അതാണ് അവിടെ ഡെലിവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതെന്താണ്? ഇറ്റ് ദ എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ, ദാറ്റ് മീൻസ് വെണ്ടർ, to procure all items within desired delivery date, within specified time ഫ്രെയിമിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സപ്ലൈസില് ഡെലിവറി ചെയ്യാനായിട്ട് ഏബിൾ ആയിട്ടുള്ള ഒരു വെണ്ടർ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നമ്മളൊരു സാധനം ഓർഡർ കൊടുത്തു, നമുക്കൊരു എന്താ പറയാ, ഒരു മാസം കൊണ്ട് കിട്ടേണ്ട ഗുഡ്സ് ആണ്. നമുക്കൊരു 2 മാസം കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടണം, അല്ലെ? അതൊരു ക്രൈറ്റീരിയ ആണ് കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്? ക്വാളിറ്റി. Quality of the procurement services. Quality ആണ് എന്താ ഉദ്ദേശിക്കുന്നത്? It is an ability of the contractor to provide the product with the expected quality. അതെ, അതായത് ഒരു ഓർഗനൈസേഷനെ അവര് പ്രതീക്ഷിക്കുന്ന, അവർ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റിയില് ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എബിലിറ്റിനെയാണ് നമ്മൾ അവിടെ ക്വാളിറ്റി എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണം, അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ഗുഡ്സ് ആൻഡ് സപ്ലൈസിൽ ഒരു തരത്തിലുള്ള ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഒരു കുറവ് വരാനായിട്ട് പാടില്ല. ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല, അല്ലെ? അപ്പൊ നമ്മളുടെ എക്സ്പെക്ടേഷൻസിനെ, നമ്മുടെ പ്രതീക്ഷകളെ എന്താണ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ക്വാളിറ്റി, വളരെ ക്വാളിറ്റിയുള്ള ഒരു ഗുണമേന്മയുള്ള ഗുഡ്സ് ആൻഡ് സപ്ലൈസ് തരുന്ന, പ്രൊവൈഡ് ചെയ്യുന്ന വെണ്ടേഴ്സ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പൊ അതാണ് മറ്റൊരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ഫാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സ് ഓൺ ദ കോൺട്രാക്ടേഴ്സ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ ദ പാസ്റ്റ്. അതുപോലെ നമ്മൾ മുൻപുണ്ടായിരുന്ന, അതായത് മുൻപുണ്ടായിരുന്നതല്ല, ഈ വെണ്ടേഴ്സിന്റെ എന്താണ് ഫാസ്റ്റ് പെർഫോമൻസുകൾ കൺസിഡർ ചെയ്യുന്നതും നല്ലതായിരിക്കും. അതൊരു ക്രൈറ്റീരിയ ആണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വെണ്ടേഴ്സിന്റെ ഫാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയാണ്, അല്ലെ? അവരുടെ മുൻപുണ്ടായിരുന്ന അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും പോരായ്മകളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെണ്ടറിനെ ഒഴിവാക്കിയിട്ട് പുതിയൊരു വെണ്ടറിനെ നമുക്ക് വെക്കാം. ഇനി അതല്ല, ആ വെണ്ടർ വളരെ നല്ലതായിരുന്നു, നല്ല പെർഫോമൻസ് തരുന്ന ഒരു വെണ്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഉള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മനസ്സിലായോ 4 ക്രൈറ്റീരിയ? അപ്പൊ ഒന്ന് കോസ്റ്റ്, രണ്ടാമത്തെ ഡെലിവറി, ക്വാളിറ്റി ആൻഡ് ഫാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്. ഇത് ശരിക്കും പറഞ്ഞൊരു ജനറൽ ആയിട്ടുള്ള കുറച്ച് വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് കേട്ടോ. അതായത് എല്ലാ ഓർഗനൈസേഷനും ഒരുപോലെ പരിഗണിക്കപ്പെടുന്ന 4 വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് ഇത് പറഞ്ഞത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ.
ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കി, ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് വെൻഡർ സ്റ്റെപ്സ് ഫോർ ദ വെൻഡർ സെലക്ഷൻ ആണ് കേട്ടോ. ഇനി വെൻഡർ സെലക്ഷനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ക്രൈറ്റീരിയ ഒക്കെ ഏകദേശം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. അതായത് സ്റ്റെപ്സ് ഫോർ ദ വെൻഡർ സെലക്ഷൻ, ഒരു വെൻഡർ സെലക്ഷനിൽ വരുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് അതിനകത്ത് 7 സ്റ്റെപ്പുകളാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞതില് ഇന്റേണൽ ഓഡിറ്റിന്റെ 4 സ്റ്റെപ്പുകൾ പഠിച്ചില്ലേ, 4 ഫേസ് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ വെൻഡർ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 7 സ്റ്റെപ്പുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആദ്യം ജസ്റ്റ് ആ സ്റ്റെപ്പുകൾ നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം കേട്ടോ. ആ സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. അതൊക്കെ ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് കേട്ടോ, ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്സ്. ഓക്കെ, നമ്മളതിലേക്ക് പിന്നെ വരുന്നത് ഐഡന്റിഫൈ തേർഡ് പാർട്ടി വെൻഡർ കാൻഡിഡേറ്റ് കേട്ടോ. ഐഡന്റിഫൈ തേർഡ് പാർട്ടി വെൻഡർ കാൻഡിഡേറ്റ്. തേർഡ് സ്റ്റെപ്പ് ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണ് കേട്ടോ. വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയാസ് ഡെവലപ്പ് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ് കണ്ടക്ട് വെൻഡർ ബ്രീഫിംഗ്സ്. ഫിഫ്ത് സ്റ്റെപ്പ് ഇവാലുവേറ്റ് വെൻഡേഴ്സ് ആൻഡ് ഷെഡ്യൂൾ ഡെമോസ്. സിക്സ്ത് സ്റ്റെപ്പ് കംപ്ലീറ്റ് വെൻഡർ സെലക്ഷൻ. ആൻഡ് സെവൻത് സ്റ്റെപ്പ് കംപ്ലീറ്റ് കോൺട്രാക്ടിംഗ് വിത്ത് ദ വെൻഡർ. ഓക്കെ, ഇത്രയുമാണ് അതിനകത്ത് വരുന്ന 7 സ്റ്റെപ്പുകൾ. ഈ പേര് കേട്ട് ഇതൊന്നും ആവണ്ട, വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയുന്നത്. വായിക്കാം. സ്റ്റെപ്സ് ഫോർ വെൻഡർ സെലക്ഷൻ. Selecting a technology vendor is probably one of the most important tasks that an IT leader will undertake. It can be a complicated and emotional process if the organization lacks the right team of people who have the knowledge and expertise to undergo a successful selection process. അതായത് ഇവിടെ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ഒരു വെൻഡർ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ടാസ്ക് അല്ല. അതൊരു ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞൊരു ഇമോഷണൽ പ്രോസസ്സും കൂടെയാണ് വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വെൻഡറിനെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു ഇവാലുവേഷൻ ടീം നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു റൈറ്റ് ടീം ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായിരിക്കണം. കാര്യം ശരിയാണ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് വെൻഡറിനെ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അത്യാവശ്യം എന്താണ്, സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി നോളജും എക്സ്പെർട്ട് ആയിട്ടുള്ള വളരെ റൈറ്റ് ഒരു ടീം ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായിരിക്കണം. അതായത് ഒരു ഇവാലുവേഷൻ ടീം അവിടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് വളരെയധികം സക്സസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മളൊരു നല്ല വെൻഡറിനെ സെലക്ട് ചെയ്യണമെങ്കിൽ അതിന് കഴിവുള്ള ആളുകളായിരിക്കണം. നമുക്കൊക്കെ തോന്നിയ ഒരു വെൻഡറിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സെലക്ഷൻ കമ്മിറ്റി എപ്പോഴും എന്തായിരിക്കണം, അത് വളരെ എഫിഷ്യന്റ് ആയിരിക്കണം. ഏറ്റവും റൈറ്റ് ടീം ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായിരിക്കണം. അവരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി അത്യാവശ്യം നോളജും എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരിക്കണം. അതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇവാലുവേഷൻ ടീം നല്ലതായിരിക്കണം. അപ്പോ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, സെലക്ടിങ് എ ടെക്നോളജി വെൻഡർ ഈസ് പ്രോബബിളി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക് ദാറ്റ് an IT leader will undertake. അതായത് ടെക്നോളജി, ഒരു എക്സാമ്പിൾ പോലെ പറയുന്നത് ആരാണ് ടെക്നോളജി വെൻഡർ എന്ന് പറഞ്ഞാല്? ടെക്നോളജി വെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്നോളജിക്കൽ ഗുഡ്സ് ആൻഡ് സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വെൻഡറാണ് കേട്ടോ. ടെക്നോളജിക്കൽ ഗുഡ്സ് ആൻഡ് സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വെൻഡർമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റംസുകള്, ഹാർഡ്വെയർ ഐറ്റംസുകള്, അല്ലെങ്കിൽ IT കൺസൾട്ടൻസി സേവനങ്ങള്, സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസുകള്, അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വെൻഡർമാരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ ടെക്നോളജി വെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു ടെക്നോളജി വെൻഡർ, നല്ലൊരു ടെക്നോളജി വെൻഡറിനെ കണ്ടെത്താക്കുന്നത് ഒരു IT ലീഡറിനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് ആണ്. അത് എന്തുകൊണ്ട് അത് പറയാൻ കാരണം എന്ന് വെച്ചാല്, നമ്മളൊരു വെൻഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ഇവാലുവേഷൻ ടീം അവിടെ ഉണ്ടായിരിക്കണം. നല്ലൊരു ടീം ഓഫ് പീപ്പിള് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു വെൻഡറിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് വളരെയധികം സക്സസ് ആയിട്ട് നമുക്ക്
നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു കാര്യമാണ് ആ പാരഗ്രാഫിനകത്ത് പറയുന്നത്. പിന്നെ സെലക്ഷൻ പ്രോസസ് ഒരു ഈസി ടാസ്ക് അല്ല, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ പ്രോസസ് ആണെന്നുള്ളതും മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? അതിന് വേറെ പോയിന്റുകളൊന്നുമില്ല, പറഞ്ഞ കാര്യം മനസ്സിലായോ? കൺസെപ്റ്റ് കിട്ടിയോ? ഇനി നോക്കാം. Below are the 7 steps to successful vendor selection. അപ്പൊ ഒരു സക്സസ്ഫുൾ വെണ്ടർ സെലക്ഷന് വരുന്ന 7 സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ 7 സ്റ്റെപ്പുകൾ ജസ്റ്റ് നമ്മൾ ഓടിച്ച് വായിച്ചു. ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മളത് വായിച്ച് ഓരോന്നും വായിച്ച് മനസ്സിലാക്കാനേക്കാളും മുന്നേ നമുക്ക് ഈ 7 സ്റ്റെപ്പുകളെ പറ്റി ഒരു ഔട്ട്ലൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ എളുപ്പമാണ് കേട്ടിരിക്കാനുള്ളത്. കേട്ട് നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് വായിക്കുക. അപ്പൊ ഓക്കെ ആവും കേട്ടോ. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ആൻഡ് അനലൈസ് ദ ബിസിനസ് റിക്വയർമെന്റ്സ് ആണ്. ഡിഫൈൻ ആൻഡ് അനലൈസ് ദ ബിസിനസ് റിക്വയർമെന്റ്സ്. അപ്പൊ ഏരിയയിൽ തന്നെ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ അവരുടെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സുകൾ ഐഡന്റിഫൈ ചെയ്യാം, അതാണ് അത്രയുള്ള അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എന്തെങ്കിലും ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ആ ഒരു ഓർഗനൈസേഷനിൽ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം, തിരിച്ചറിയാം. അതാണ് അവർ ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഏതൊക്കെയാണ്, എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. മനസ്സിലായോ? ഡിഫൈൻ ആൻഡ് അനലൈസ് ദ ബിസിനസ് റിക്വയർമെന്റ്. ഓരോ ഓർഗനൈസേഷന്റെ ബിസിനസ് റിക്വയർമെന്റ്സ്, നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് വ്യത്യസ്തമായിരിക്കും അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സപ്ലൈസ് ആൻഡ് സർവീസസ് എന്തൊക്കെയാണെന്നും എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളതെന്നും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. അത്രയേ ഉള്ളൂ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐഡന്റിഫൈ ദ തേർഡ് പാർട്ടി വെണ്ടർ കാൻഡിഡേറ്റ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, ഐഡന്റിഫൈ തേർഡ് പാർട്ടി വെണ്ടർ കാൻഡിഡേറ്റ് അല്ലെ. എന്ന് പറഞ്ഞാല് നമ്മുടെ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ വെണ്ടറിന്റെ റിസർച്ചിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ പറയുന്ന റെഫറൻസ് അല്ലെങ്കിൽ ഓൺലൈൻ റിസർച്ചുകള്, ഇൻഡസ്ട്രിയൽ റെക്കമെൻഡേഷൻസുകളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. പലരോട് നമ്മള് പലരുടെ റെഫറൻസ് നമുക്ക് ആവശ്യം, പലരും റെഫർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ടാവാം അല്ലെ. റെഫറൻസ് ആവശ്യം വരും. നമ്മളായിട്ടുള്ള ഓൺലൈൻ റിസർച്ച് നമുക്ക് നോക്കാം, ഓൺലൈനിലൂടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നതായിട്ട് വരും. പിന്നെ പല ഇൻഡസ്ട്രിയൽ റെക്കമെൻഡേഷൻ, ചില ഇൻഡസ്ട്രികളൊക്കെ അവര് റെക്കമെൻഡ് ചെയ്യുന്ന ചില വെണ്ടർമാരുണ്ട്, അതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതാണ് എന്ത്, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഐഡന്റിഫൈ ദ തേർഡ് പാർട്ടി വെണ്ടർ കാൻഡിഡേറ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ബ്രാക്കറ്റിൽ പറയുന്നത് വിത്ത് വെയിറ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഡെവലപ്പ് വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ. നമ്മൾ ചില ആ ഒരു വെണ്ടറിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, വിലയിരുത്തുന്നതിനായിട്ട് നമ്മൾ ചില ക്രൈറ്റീരിയാസ് മുന്നോട്ട് വെക്കുകയാണ്. നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് നേരത്തെ പറഞ്ഞു. കോസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം, ക്വാളിറ്റി, അതുപോലെ അവരുടെ പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്, പിന്നെ എന്തായിരുന്നു ഡെലിവറി ടൈം. ഇനി അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ വെണ്ടേഴ്സിന്റെ എക്സ്പീരിയൻസ് നോക്കാം, റെപ്യൂട്ടേഷൻ നോക്കാം, അവർ കസ്റ്റമറിന് കൊടുക്കുന്ന സപ്പോർട്ട്, അങ്ങനെയുള്ള ഫാക്ടേഴ്സുകളൊക്കെ, അത്തരം ക്രൈറ്റീരിയസുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വെണ്ടേഴ്സിനെ അസസ് ചെയ്യാണ് അല്ലെ. അപ്പൊ വെണ്ടേഴ്സിനെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രൈറ്റീരിയാസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഇനി അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, സെലക്ഷൻ ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, കണ്ടക്ട് വെണ്ടർ ബ്രീഫിംഗ്സ്. കണ്ടക്ട് വെണ്ടർ ബ്രീഫിംഗ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യങ്ങള്, അതായത് ഓർഗനൈസേഷന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് നിറവേറ്റാൻ കഴിയുന്ന തരത്തിലുള്ള പൊട്ടൻഷ്യൽ വെണ്ടേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ആവശ്യങ്ങൾ ഷെയർ ചെയ്യാം. ഇപ്പൊ ഒരു വെണ്ടർ ആയിരിക്കില്ലല്ലോ, ഒരുപാട് വെണ്ടർമാരെ നമ്മുടെ ലിസ്റ്റില് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവും. എല്ലാവരെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മൾ അതിൽ ഏറ്റവും ആക്ട് ആയിട്ടുള്ള ഒരാളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പൊട്ടൻഷ്യൽ വെണ്ടേഴ്സുമായിട്ടും നമ്മുടെ ഓർഗനൈസേഷന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ് അവരുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള എന്താ പറയാ പ്രപ്പോസലുകളൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും.
ആ ഒരു സ്റ്റേജ് ആണ് ഇത് കണ്ടക്ട് വെൻഡർ ബ്രീഫിംഗ്സ് കേട്ടോ. അപ്പൊ കണ്ടക്ട് വെൻഡർ ബ്രീഫിംഗ്സ് എന്ന് വെച്ചാൽ കണ്ടക്ട് മീറ്റിംഗ് വിത്ത് വെൻഡേഴ്സ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ പൊട്ടൻഷ്യൽ വെൻഡേഴ്സുമായിട്ട് നമ്മളുടെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് അവരുമായിട്ട് ഷെയർ ചെയ്യുന്നു, അവർ അത് മനസ്സിലാക്കുന്നു, അതിനൊക്കെ അവരെന്ത് ചെയ്യാണ് പ്രപ്പോസലിൽ പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, ക്ലിയർ. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേറ്റ് വെൻഡേഴ്സ് ആൻഡ് ഷെഡ്യൂൾഡ് അമൗണ്ട്. അപ്പൊ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത ധാരാളം പൊട്ടൻഷ്യൽ വെൻഡേഴ്സ് ഉണ്ട്, അവരുടെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടും. ആ റെസ്പോൺസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വെൻഡർ ഏതാണ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തുകൊണ്ട് നിറവേറ്റി തരുന്ന പൊട്ടൻഷ്യൽ വെൻഡർ ഇതിനകത്ത് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ അവരുമായിട്ടുള്ള ഒരു ഡെമോ നമുക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം. ഡെമോ എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പൊട്ടൻഷ്യൽ വെൻഡർ ഉണ്ടല്ലോ, അവർക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അവർ തരാൻ പോകുന്ന സർവീസുകളെ പറ്റിയിട്ടൊക്കെ അവർക്കൊരു ഡെമോ നമുക്ക് തരികയാണെങ്കിൽ കുറെ കൂടെ നമുക്ക് വ്യക്തമായിട്ട് അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? കംപ്ലീറ്റ് വെൻഡർ സെലക്ഷൻ. വെൻഡർ സെലക്ഷൻ അവിടെ കംപ്ലീറ്റ് ആകാൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അല്ലെ, ഒരു പൊട്ടൻഷ്യൽ വെൻഡറിനെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി കഴിഞ്ഞു. അതാണ് കംപ്ലീറ്റ് വെൻഡർ സെലക്ഷൻ. അടുത്തതോ ഏഴാമത്തെ പോയിന്റ് എന്താണ്? കംപ്ലീറ്റ് കോൺട്രാക്ടിംഗ് വിത്ത് വെൻഡർ. അതിനുശേഷം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ വെൻഡറുമായിട്ട് നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ആ കരാർ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഈ പറയുന്ന പേയ്മെന്റും അതുപോലെ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് ഒരു 7 സ്റ്റെപ്പിനെ പറ്റി ഒരു ഐഡിയ ആയോ? നിങ്ങൾക്ക് 7 സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇനി നമുക്കത് വായിച്ച കാര്യങ്ങൾ എളുപ്പം മനസ്സിലാവും. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ ഇനി നമുക്ക് ഓരോന്നും വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്. നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷന് നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താണ് തിരിച്ചറിയാം. അവർക്ക് എന്തൊക്കെ ഗുഡ്സ് ആൻഡ് സപ്ലൈസ് ആവശ്യമുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് അവർക്ക് ആവശ്യമുള്ളതെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, what is the organization asking a third party to provide? The third party means ഒരു വെൻഡറിനോട് എന്ത് പ്രൊവൈഡ് ചെയ്യാനാണ് ഒരു ഓർഗനൈസേഷൻ ആവശ്യപ്പെടാം അല്ലെ? A good starter would be assembled to assemble an evaluation team that is knowledgeable in the vendor selection process and has a clear understanding of what the business is all about. Okay, അപ്പൊ നമ്മളൊരു ഇവാലുവേഷൻ ടീമിനെ പറ്റി തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു. നല്ലൊരു വെൻഡറിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു ഇവാലുവേഷൻ ടീം ഉണ്ടാവണം. നല്ലൊരു ഇവാലുവേഷൻ ടീമിനെ അസംബിൾ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ ആ വെൻഡർ സെലക്ഷൻ പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? നല്ലൊരു വെൻഡറിനെ സെലക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടീം ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ അവരെ കളക്ട് ചെയ്യുക, അവരെ ഗ്യാദർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? അതാണ് അവർ പറഞ്ഞത് ടു അസംബിൾ ആൻഡ് ഇവാലുവേഷൻ ടീം. ഇവാലുവേഷൻ ടീം എന്ന് പറഞ്ഞാൽ ഈ വെൻഡർ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം, എക്സ്പെർട്ട് ആയിരിക്കണം. അതുപോലെ അവരുടെ ബിസിനസ്സിന് റിലവന്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള അറിവും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് അതിനനുസരിച്ചുള്ള വെൻഡറിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. Okay, the evaluation team should be able to evaluation team എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം? Define the product, material or services that is needed. ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്, മെറ്റീരിയൽ ആൻഡ് സർവീസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. That means ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഡിഫൈൻ ദ ടെക്നിക്കൽ ആൻഡ് ബിസിനസ് റിക്വയർമെന്റ്. ടെക്നിക്കൽ ആയിട്ടുള്ള ബിസിനസ് റിക്വയർമെന്റുകൾ മനസ്സിലാക്കുക. ടെക്നിക്കൽ റിക്വയർമെന്റ്സ് ഒക്കെ നേരത്തെ പറഞ്ഞു അല്ലെ? ഈ പറയുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങള്, ഹാർഡ്വെയർ സിസ്റ്റങ്ങള്, IT കൺസൾട്ടൻസി സേവനങ്ങള്, സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻ, അത്തരത്തിലുള്ള ഓർഗനൈസേഷന്റെ ടെക്നിക്കൽ ബിസിനസ് റിക്വയർമെന്റുകൾ ഏതാണെന്നുള്ളത് തിരിച്ചറിയുക. പിന്നെ എന്താണ്? ഡിഫൈൻ ദ വെൻഡർ റിക്വയർമെന്റ്സ്. ദാറ്റ് ഈസ് ദ ഫീച്ചേഴ്സ് ദ ഓർഗനൈസേഷൻ ഈസ് ലുക്കിംഗ് ഫോർ ഇൻ എ വെൻഡർ. ഡിഫൈൻ ദ വെൻഡർ റിക്വയർമെന്റ്സ്. അതായത് ഒരു വെൻഡറിന്റെ റിക്വയർമെന്റ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഓർഗനൈസേഷൻ വെൻഡറിൽ നിന്ന് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമ്മൾ അവിടെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും. അതൊരു ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഒരു ഓർഗനൈസേഷന് പ്രോഡക്റ്റ് എന്തൊക്കെ വേണം, എന്തൊക്കെ ഫീച്ചേഴ്സ് വേണമെന്ന് മാത്രമല്ല, നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഒരു വെൻഡറിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ, അതിനെ പറ്റിയും ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെ? ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഡിഫൈൻ ദ വെൻഡർ റിക്വയർമെന്റ്.
നാലാമത്തെ എന്താണ്? പബ്ലിഷ് എ റിക്വയർമെന്റ്സ് ഡോക്യുമെന്റ്. എന്നിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റും വെണ്ടറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിക്വയർമെന്റ്സുകളും ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിക്വയർമെന്റ് ഡോക്യുമെന്റ് എന്ത് ചെയ്യാം? തയ്യാറാക്കുക. അത് പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് ചെയ്യാൻ മീൻസ് അത് ഷെയർ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെൻഡർ നോട്ടീസ് ഒക്കെ അടിക്കുന്ന പോലെ ഒരു കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഇന്ന ആവശ്യങ്ങൾ വേണമെന്ന് അറിയിച്ചുകൊണ്ട് നമ്മളൊരു ടെൻഡർ നോട്ടീസ് അടിക്കുകയാണ്. അത് കണ്ടിട്ട് ഇഷ്ടം പോലെ വെൻഡേഴ്സ് എന്ത് ചെയ്യും? വരും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് പബ്ലിഷ് എ റിക്വയർമെന്റ് ഡോക്യുമെന്റ്. നമ്മുടെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു റിക്വയർമെന്റ്, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ഡോക്യുമെന്റ് ഷെയർ ചെയ്യുക കേട്ടോ. ഇത്രയുമാണ് ആ ഒരു സ്റ്റെപ്പിനകത്ത് വരുന്നത്. ഇനി നോക്കിയേ, the evaluation team should also try to collect as much information as possible. കഴിയാവുന്ന ഇൻഫർമേഷൻസുകൾ എല്ലാം തന്നെ ഇവാലുവേഷൻ ടീമിൽ എന്ത് ചെയ്തിരിക്കണം? കളക്ട് ചെയ്തിരിക്കണം. ഓക്കെ, അതായത് ഐഡന്റിഫൈ ദ ഇന്റർവ്യൂ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് യൂസേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് ആണ്. ഒരു ഹോസ്പിറ്റൽ, ഒരു ഓർഗനൈസേഷന്റെ പാർട്ട്നേഴ്സ്, അവിടുത്തെ യൂസർ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്താണ് ഇന്റർവ്യൂ ചെയ്ത് മനസ്സിലാക്കണം. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, പാർട്ട്നേഴ്സിന്റെ ആവശ്യങ്ങൾ എന്താണ്, അതൊക്കെ നമ്മൾ അവരുമായിട്ട് ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ റിവ്യൂ എക്സിസ്റ്റിംഗ് ഇന്റേണൽ മെറ്റീരിയൽസ് ലൈക്ക് റിപ്പോർട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ കഴിഞ്ഞു പോയിട്ടുള്ള ഈ പറയുന്ന റിപ്പോർട്ടുകള്, സ്റ്റാറ്റിസ്റ്റിക്സുകള്, നിലവിലുള്ള ഇന്റേണൽ മെറ്റീരിയൽസുകള്, അതെല്ലാം തന്നെ റിവ്യൂ ചെയ്യാം. ആസ് വെൽ ആസ് ഗ്യാദർ ടെക്നിക്കൽ ഇൻഫർമേഷൻ. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം, ഇൻക്ലൂഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ എൻവയോൺമെന്റ്. അതായത് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള സ്റ്റാൻഡേർഡുകളും ടെക്നിക്കൽ ഇൻഫർമേഷൻസും കഴിഞ്ഞ റിപ്പോർട്ടുകള്, സ്റ്റാറ്റിസ്റ്റിക്സുകള്, ഇതെല്ലാം തന്നെ പരമാവധി ആര് കളക്ട് ചെയ്യണം? ഇവാലുവേഷൻ ടീം കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് ഒരു ധാരണ കിട്ടും. ഒരു ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇവാലുവേഷൻ ടീമിന് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനനുസരിച്ച് ഒരു വെണ്ടർ സെലക്ട് ചെയ്യുന്നത് നമുക്ക് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഡിഫൈൻ ആൻഡ് അനലൈസ് ദ ബിസിനസ് റിക്വയർമെന്റ്. ഓക്കെ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു ഐഡന്റിഫൈ തേർഡ് പാർട്ടി വെണ്ടർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഏറ്റവും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ വെണ്ടറിനെ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എങ്ങനെ കണ്ടെത്തണം? റിസർച്ചിലൂടെ, റെഫറൻസിലൂടെ, ഓൺലൈൻ സെർച്ചിലൂടെ ഇത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ ഓക്കെ, ആഫ്റ്റർ ദ ഇവാലുവേഷൻ ടീം ഹാസ് പബ്ലിഷ്ഡ് എ റിക്വയർമെന്റ് ഡോക്യുമെന്റ്. രണ്ടാമത്തെ സ്റ്റെപ്പില് അവരുടെ റിക്വയർമെന്റ് ഡോക്യുമെന്റ് ആര് ഷെയർ ചെയ്യുന്നുണ്ട്, ആര് പബ്ലിഷ് ചെയ്യുന്നുണ്ട്? ഇവാലുവേഷൻ ടീം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇറ്റ് മസ്റ്റ് നൗ കമ്പൈൽ എ ലിസ്റ്റ് ഓഫ് പോസിബിൾ വെണ്ടേഴ്സ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഒരു പോസിബിൾ, അത്യാവശ്യം ഉള്ള ഒരു പൊട്ടൻഷ്യൽ വെണ്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. കാര്യം നമ്മുടെ റിക്വയർമെന്റ്സുകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണം. പുറത്തോട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വെണ്ടേഴ്സിന്റെ ഓപ്ഷൻസ് വരും, ഒരുപാട് വെണ്ടേഴ്സുകൾ നമുക്ക് വരും അല്ലെ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഏറ്റവും പൊട്ടൻഷ്യൽ, പോസിബിൾ ആയിട്ടുള്ള, സാധ്യതയുള്ള വെണ്ടേഴ്സിനെ, അതായത് നമ്മൾക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്ന സാധ്യതയുള്ള പോസിബിൾ വെണ്ടേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു ലിസ്റ്റ് അതിൽ സമാഹരിക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം അറിയോ? ദ ടീം ഷുഡ് സെൻഡ് ഈച്ച് വൺ എ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, RFI. അതിനുശേഷം നമ്മുടെ ഇവാലുവേഷൻ ടീം അവരൊരു സാധ്യതയുള്ള വെണ്ടേഴ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ആ ലിസ്റ്റ് പ്രകാരം ഓരോ വെണ്ടേഴ്സിനും ഈ പറയുന്ന ഇവാലുവേഷൻ ടീം ഒരു റിക്വസ്റ്റ് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യണം. ഓക്കെ, ഒരു റിക്വസ്റ്റ് ഇൻഫർമേഷൻ അവർക്ക് സെൻഡ് ചെയ്യണം. ആൻഡ് കണ്ടക്ട് എ ടീം ഇവാലുവേഷൻ പ്രോസസ്. എന്നിട്ട് ഒരു ടീം ഇവാലുവേഷൻ പ്രോസസ് അത് കണ്ടക്ട് ചെയ്യണം. ആ ഒരു ടീം എന്ന് പറയുമ്പോൾ, ഇവാലുവേഷൻ ടീം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടാവും അല്ലെ? അവരെന്ത് ചെയ്യണം? സാധ്യതയുള്ള വെണ്ടേഴ്സിന്റെ ലിസ്റ്റ് അവർ സമാഹരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ വെണ്ടേഴ്സിനോടും ഈ പറയുന്ന റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ അത് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് സെൻഡ് ചെയ്തതിനു ശേഷം ഈ ഒരു ടീമിനകത്തുള്ള എല്ലാവരും കൂടി ഒരു ഇവാലുവേഷൻ പ്രോസസ് അവര് കണ്ടക്ട് ചെയ്യും. എന്നിട്ടോ എ ഷോർട്ട് ലിസ്റ്റ് ഓഫ് വെണ്ടേഴ്സ് ഈസ് ദെൻ ക്രിയേറ്റഡ്. എന്നിട്ട് അതിൽ നിന്നും കുറെ കൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് കുറച്ച് വെണ്ടേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് അവര്, ഒരു ഷോർട്ട് ലിസ്റ്റ് അവര് തയ്യാറാണ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായ ഐഡന്റിഫൈ തേർഡ് പാർട്ടി വെണ്ടർ കാൻഡിഡേറ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ വിത്ത് വെയിറ്റിംഗ് ആണ് അല്ലെ? ഇനി എന്താണ്? ഇവാലുവേഷൻ ക്രൈറ്റീരിയ, സെലക്ഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അവിടെ നോക്കാം. ഇൻ ദിസ് തേർഡ് സ്റ്റെപ്പ് ദ ടീം വുഡ് കൺസ്ട്രക്ട് ആൻ ഇവാലുവേഷൻ മോഡൽ അല്ലെങ്കിൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ
that weighs the requirement against its value and priority. അതെന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് നമ്മളൊരു സെലക്ഷൻ ക്രൈറ്റീരിയ എന്തിന്റെ ബേസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ആ ഒരു റിക്വയർമെന്റിന്റെ വാല്യൂവിനെയും പ്രയോറിറ്റിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, വാല്യൂ അതായത് ഒരു റിക്വയർമെന്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, വാല്യൂ അതായത് നമ്മളുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു വെണ്ടറിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്കോർ ഉണ്ട്. ഓക്കെ, അതാണ് അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റിക്വയർമെന്റ്സിനെ ഏറ്റവും അധികം വാല്യൂ ചെയ്ത് കാണുന്ന വെണ്ടേഴ്സ് ആരാണ്, അതിനെ നമ്മൾ നോക്കും. ദെൻ പ്രയോറിറ്റി. പ്രയോറിറ്റി മീൻസ് പ്രയോറിറ്റി ഓഫ് ദ റിക്വയർമെന്റ്. ഇനി നമ്മുടെ റിക്വയർമെന്റിന് എത്രത്തോളം പ്രയോറിറ്റി ഉണ്ട്, ആ ഒരു ഓർഗനൈസേഷന്റെ വളർച്ചയിൽ നമ്മൾ ആവശ്യപ്പെടുന്ന റിക്വയർമെന്റ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെലക്ഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതും അതിന് നമ്മളൊരു വെയിറ്റേജ് കൊടുക്കും. ഒരു എക്സാമ്പിൾ പറയുന്നത് നോക്കാം. ഇഫ് ദ വെണ്ടർ മീറ്റ്സ് എ റിക്വയർമെന്റ് വിത്ത് എ സ്കോർ ഓഫ് 7, അതായത് ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10, നമ്മളൊരു 1 to 10 വരെ ഒരു സ്കോർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോ നമ്മുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന ഒരു വെണ്ടർ ഉണ്ട്. ആ വെണ്ടറിന് നമ്മൾ 7 സ്കോർ കൊടുത്തതെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ റിക്വയർമെന്റ്സുകളെല്ലാം ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ഒരു വെണ്ടറിന് നമ്മൾ 7 സ്കോർ കൊടുക്കാന്ന് വിചാരിക്കും. 7 സ്കോർ ഒരു മോശം സ്കോർ അല്ല, നല്ലൊരു സ്കോർ ആണ് അല്ലെ. അപ്പൊ 7 സ്കോർ കൊടുക്കുകയാണ്. എന്നിട്ടോ അതിന്റെ പ്രയോറിറ്റി ഓഫ് ദാറ്റ് റിക്വയർമെന്റ് ഈസ് 5. ഇനി നമ്മളുടെ ആ റിക്വയർമെന്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, പ്രയോറിറ്റി, ആ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്ന ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് 1 to 5 വരെ തന്നെയാണ് സ്കോർ. അതില് 5 തന്നെയാണ് നമ്മൾ ആ ഒരു പ്രയോറിറ്റിക്ക് കൊടുക്കുന്ന സ്കോർ. അപ്പോ റെസ്പോൺസ് ക്യാൻ ബി സ്കോർഡ് ബൈ 35. അപ്പൊ ഇവിടെ റെസ്പോൺസ് സ്കോർ എങ്ങനെയാണ് എടുക്കുന്നത്? 7 into 5 ആണ്. അതായത് വാല്യൂ സ്കോർ ഇൻറ്റു പ്രയോറിറ്റി സ്കോർ ഇൻറ്റു ചെയ്തിട്ടാണ് അവർ ആ ഒരു ഫൈനൽ റെസ്പോൺസ് സ്കോർ അവർ കണ്ടെത്തുന്നത്. 35 ആണ് അതിന്റെ സ്കോർ. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്തിന് സ്കോർ ഒക്കെ കൊടുക്കുന്നത്? നമുക്കിത് വാക്കാലെ പറഞ്ഞാൽ പോലെ നമ്മൾ എന്തിനിങ്ങനെ സ്കോർ ഒക്കെ കൊടുത്തൊരു നമ്പറിന്റെ രൂപത്തിലോട്ട് അതിനെ മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് ഹെൽപ്സ് ടു ആംപ്ലിഫൈ ദ ഡിഫറൻസസ് വെണ്ടേഴ്സ്. ഇത് വെണ്ടേഴ്സിന്റെ ഇടയിലുള്ള സിഗ്നിഫിക്കന്റ് ഡിഫറൻസുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് സ്കോർ കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഓരോരുത്തരും ഇന്നതാണ് നല്ലതാണ്, അത് നല്ലതാണ്, അവരുടെ വാല്യൂ നല്ലതാണ്, പ്രയോറിറ്റി നല്ലതാണ്, ഇങ്ങനെ ഓരോന്നും എഴുതി ഉണ്ടാക്കണേക്കാളും നല്ലത് നമ്മളൊരു സ്കോർ കൊടുക്കുകയാണ്. ഒരു സ്കോർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കോർ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? വെണ്ടേഴ്സിന്റെ ആ ഒരു ഡിഫറൻസ്, ആ സിഗ്നിഫിക്കൻസ് നമുക്ക് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങള് റിപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ധൈര്യത്തിലൂടെ റെപ്രസെന്റ് ചെയ്യണ നമുക്ക് സൗകര്യം വരെ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ വെണ്ടേഴ്സിന്റെ ആ ഒരു ഡിഫറൻസ്, സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ഒരു സ്കോർ കൊടുക്കുക, ഒരു വെയിറ്റേജ് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് അതിന്റെ ബേസിലാണ് നമ്മളൊരു സെലക്ഷൻ ക്രൈറ്റീരിയ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. 4ാമത്തെ സ്റ്റെപ്പ് എന്താണ്? കണ്ടക്ട് വെണ്ടർ ബ്രീഫിംഗ്. ഞാൻ പറഞ്ഞു അവിടെ എന്താണ് നമ്മുടെ റിക്വയർമെന്റ്സ് നമ്മളുടെ വെണ്ടേഴ്സുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാണ് അല്ലെ. ഷെയർ ചെയ്യണം, ആ ഒരു സ്റ്റെപ്പാണ് കേട്ടോ അത്, കണ്ടക്ട് വെണ്ടർ ബ്രീഫിംഗ്സ്. അതായത് once the team has established the evaluation criteria with the rating and further narrowed down possible vendor candidates, it's time to set up an initial meeting with each potential vendor to discuss stated requirements and ensure a common understanding. ഒന്നുമില്ല, നമ്മൾ ഈ സെലക്ഷൻ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തുകൊണ്ട് ഒന്നും കൂടെ നമ്മുടെ വെണ്ടേഴ്സിന്റെ ലിസ്റ്റിനെ നമ്മൾ ഒന്നുകൂടെ നാരോ ചെയ്യും, കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ചുരുക്കും. ഏറ്റവും പൊട്ടൻഷ്യൽ വെണ്ടേഴ്സിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അത് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സെറ്റപ്പ് ആൻഡ് ഇനീഷ്യൽ മീറ്റിംഗ് വിത്ത് ഈച്ച് പൊട്ടൻഷ്യൽ വെണ്ടർ. ഓരോ പൊട്ടൻഷ്യൽ വെണ്ടറുമായിട്ട് നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസ്കസ് സ്റ്റേറ്റഡ് റിക്വയർമെന്റ്സ്. നമ്മുടെ റിക്വയർമെന്റ്സ് നീഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യാനും ആൻഡ് എൻഷുവർ എ കോമൺ അണ്ടർസ്റ്റാൻഡിംഗ്. അതിലൂടെ അവർക്ക് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ പറ്റി ഒരു ക്ലിയർ ഇൻഫർമേഷൻ അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് കണ്ടക്ട് വെണ്ടർ ബ്രീഫിംഗ്. ഓക്കെ, ഇനി 5ാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേറ്റ് വെണ്ടേഴ്സ് ആൻഡ് ഷെഡ്യൂൾഡ് എമൻസ്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് അവര് റെസ്പോൺസ് തരുമ്പോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെണ്ടേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പോരാത്തതിന് നമ്മൾ കുറച്ച് സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കുക, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് വെണ്ടർ ബ്രീഫിംഗ്സ്. വെണ്ടർ ബ്രീഫിംഗ്സ് എന്ന് വെച്ചാൽ വെണ്ടേഴ്സുമായിട്ട് ഡിസ്കഷനും മറ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ the team should be better equipped to evaluate the potential vendors. പൊട്ടൻഷ്യൽ വെണ്ടേഴ്സിനെ ഈ പറയുന്ന ഇവാലുവേഷൻ ടീമിന് അസസ് ചെയ്യാവുന്നതാണ്.
Selected vendors should provide a solution overview to the organization's current business and the technological requirement, fees, benefits derived from using a particular vendor, etc. ഇനി ഒരു വെണ്ടറിനെ നമ്മൾ സെലക്ട് ചെയ്ത ആ സെലക്ടഡ് ആയിട്ടുള്ള വെണ്ടറിനും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആ സെലക്ടഡ് വെണ്ടർ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ അല്ല, നമ്മുടെ ഓർഗനൈസേഷന്റെ നിലവിലുള്ള ബിസിനസ്, അതുപോലെ അവരുടെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങള്, അതുപോലെ തന്നെ അവരുടെ ഫീസ്, ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അതിനെ റിവ്യൂ ചെയ്തുകൊണ്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് വെണ്ടർ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വെണ്ടറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്ത വെണ്ടർ എന്ത് ചെയ്യണം? ആ ഒരു ഓർഗനൈസേഷന് അവരുടെ ആവശ്യങ്ങൾ എന്താണ്, നിലവിൽ അവരുടെ ബിസിനസ് എന്താണ്, അവര് നമ്മിൽ നിന്നും എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അവർ ആഗ്രഹിക്കുന്നത്, അതിനെയെല്ലാം റിവ്യൂ ചെയ്തുകൊണ്ടുള്ളൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആയിരിക്കണം ഒരു വെണ്ടർ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇൻ അഡീഷൻ ഇതിന് പുറമെ vendors are requested to provide a demonstration. ഇതിനെ ഷോർട്ട് ആക്കിയിട്ടാണ് ഡെമോ ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്നതുപോലെ in addition vendors are requested to provide a demo to showcase the capabilities of their solution. വെണ്ടറിന് എന്ത് ചെയ്യാം? അവർക്കൊരു ഡെമോ പ്രൊവൈഡ് ചെയ്യാം അല്ലെ, ഒരു ഡെമോ ക്ലാസ് പോലെ ഒരു ഡെമോ അവർക്ക് ഷോക്കേസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ കേപ്പബിലിറ്റീസിനെ തുറന്നു കാണിക്കാനായിട്ട് അല്ലെ. വെണ്ടേഴ്സ് ആ ഒരു പ്ലാറ്റ്ഫോം മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കണം. ഒരു ഓർഗനൈസേഷൻ നമ്മളെ വെണ്ടറായിട്ട് സെലക്ട് ചെയ്യില്ല, നമ്മൾ എന്ത് ചെയ്യണം? ആ ഓർഗനൈസേഷന്റെ മുമ്പിൽ നമ്മളൊരു ഡെമോ കൊടുക്കാം. നമ്മളൊരു ഡെമോ കൊടുക്കുന്നതിലൂടെ നമ്മുടെ കേപ്പബിലിറ്റീസ് വേണമെങ്കിൽ നമുക്ക് അവർ എന്ത് ചെയ്യാൻ പറ്റും? തുറന്നു കാണിക്കാൻ പറ്റും. അങ്ങനെ തുറന്നു കാണിച്ചാൽ ഒരു പക്ഷെ ഓർഗനൈസേഷനിൽ അതിന് എന്താണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നമ്മളെ സെലക്ട് ചെയ്യും അല്ലെ. അത് തന്നെയാണ് പറയുന്നത്, ഒരു വെണ്ടർ ഒരു ഡെമോ അവരുടെ കേപ്പബിലിറ്റീസ് ഷോക്കേസ് ചെയ്യാനായിട്ട് ഒരു ഡെമോ അവർ പ്രൊവൈഡ് ചെയ്യാം. ഡെമോസ് ആർ എ വാല്യുബിൾ വേ ടു ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഇത്തരം ഡെമോ എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ ഇവാലുവേറ്റ് ഇൻടാഞ്ചിബിൾ ആസ്പെക്ട് ഓഫ് ദ വെണ്ടർ. ഒരു വെണ്ടറിന്റെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് കനോട്ട് ബി ടച്ച്ഡ് എന്ന് നമ്മൾ പറയും. നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റാത്ത ചില അവരുടെ കഴിവുകള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ അവരുടെ ഗുഡ് വില്ല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ റെപ്യൂട്ടേഷൻ, അതൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളാണോ? അല്ല, ഇൻടാൻജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അതായത് അവരുടെ ഗുഡ് വില്ല്, അവരുടെ റെപ്യൂട്ടേഷൻ, അങ്ങനെയുള്ള ആസ്പെക്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ടു ചെക്ക് ദ വെണ്ടേഴ്സ് റെഫറൻസസ് ആസ് എ പാർട്ട് ഓഫ് ദ ഇവാലുവേഷൻ പ്രോസസ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വെണ്ടേഴ്സിന്റെ മുന്നത്തെ പെർഫോമൻസുകളൊക്കെ റെഫറൻസ് നടത്തുന്നതും അതിന്റെ നല്ലതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്, അതായത് ഇവാലുവേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വെണ്ടേഴ്സിന്റെ മുന്നുള്ള അവരുടെ പെർഫോമൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, സൈറ്റ് വിസിറ്റ്സ് ആണ് ആൾസോ സ്ട്രോങ്ലി വേണമെങ്കിൽ നമുക്ക് അവരുടെ ഗുഡ് റെപ്യൂട്ടേഷനോ മനസ്സിലാക്കാൻ അവരുടെ സൈറ്റുകൾ വേണമെങ്കിൽ നമുക്ക് പോയി സെർച്ച് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് അതൊക്കെ നമ്മുടെ ഇവാലുവേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, 5 സ്റ്റെപ്പുകൾ നോക്കിയാണോ നിങ്ങൾക്ക്? 2 സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ തീരും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. 5 സ്റ്റെപ്പുകൾ ഒക്കെയാണോ നിങ്ങൾക്ക്? ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ്. അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് 2 സ്റ്റെപ്പും കൂടെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതുകൊണ്ട് കഴിഞ്ഞാൽ വെണ്ടർ സെലക്ഷൻ പ്രോസസ് അവിടെ അവസാനിക്കും. പിന്നെ നമുക്ക് പല ടൈപ്പുകളെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്യാലോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.